ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും പിന്നിൽ പോയിരിക്കുന്നു. അതായത് കുറഞ്ഞ സീറ്റ് ന്യൂഡൽഹിയാണ്. അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ന്യൂഡൽഹി മണ്ഡലത്തിൽ പിന്നിൽ പോയിരിക്കുന്നു. പർവേഷ് സാഹിബ് സിംഗ് 225 വോട്ടുകൾക്ക് 6 റൗണ്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ന്യൂഡൽഹിയിൽ. അപ്പോ ആപ്പിന്റെ കുറഞ്ഞ ഒരു സീറ്റ് മറ്റാരുടെ സീറ്റല്ല, ക്യാപ്റ്റന്റെ സീറ്റാണ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ 225 വോട്ടുകൾക്ക് പിന്നിലാണ്. 6 റൗണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. പർവേഷ് സാഹിബ് സിംഗ് വർമ്മ 12388 വോട്ടുകൾ, അരവിന്ദ് കെജ്രിവാൾ 12163 വോട്ടുകൾ, അതായത് 225 വോട്ട് പർവേഷ് സാഹിബ് സിംഗ് വർമ്മയേക്കാൾ അരവിന്ദ് കെജ്രിവാളിന് കുറവ്. സന്ദീപ് ദീക്ഷിതിന് 2050 വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2050 വോട്ടുകൾ എന്നുള്ളത് വളരെ കുറവാണെങ്കിൽ പോലും കെജ്രിവാൾ തോക്കുകയാണെങ്കിൽ കെജ്രിവാളിന്റെ തോൽവി ഉറപ്പാക്കാൻ ഷീലാ ദീക്ഷിതിന്റെ മകന്, ഷീലാ ദീക്ഷിതിനെ അൺസീറ്റ് ചെയ്തത്, ഷീലാ ദീക്ഷിതിനെ ഇല്ലാതാക്കിയത് അരവിന്ദ് കെജ്രിവാളാണ്. ജയിച്ചിട്ടല്ല തോറ്റിട്ടാണെങ്കിലും ഇങ്ങനെ പുറകിൽ നിന്ന് പകരം വീട്ടാൻ ഒരു പക്ഷേ നിർബന്ധമുണ്ടായിരുന്നു ACC നേതൃത്വത്തിന് അവിടെ തന്നെ മത്സരിക്കണം. മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്നത് പോലെ സന്ദീപ് ദീക്ഷിതിന്റെ പ്രതികാരം. ഇനി അദ്ദേഹം ചെരുപ്പിടുമോ എന്നൊക്കെയുള്ളത് നമുക്കറിയില്ല. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഇതുകൊണ്ട് തോറ്റൊന്നും പറയണ്ട. കാരണം 6 റൗണ്ടേ ആയിട്ടുള്ളൂ, 7 റൗണ്ട് ബാക്കിയുണ്ട്. 6 റൗണ്ട് കഴിഞ്ഞു, 13-ൽ 6 റൗണ്ട് കഴിഞ്ഞു. 6 റൗണ്ട് കഴിയുമ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ മുന്നിട്ട് നിന്നത്. നാമമാത്രമായ വോട്ടുകൾ കാണാമെങ്കിലും അത് 335-ലേക്കൊക്കെ ചെല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വീണ്ടും പിന്നിൽ പോവുകയാണ് അരവിന്ദ് കെജ്രിവാൾ. 225 വോട്ടുകൾക്ക് പിന്നിലാണ് അരവിന്ദ് കെജ്രിവാൾ. ന്യൂഡൽഹി മണ്ഡലത്തിൽ 30 സീറ്റുകളിൽ നിന്ന് ആം ആദ്മി പാർട്ടി 29ലേക്ക് കുറയുമ്പോൾ അത് മറ്റാരുടെയും സീറ്റല്ല, അത് അരവിന്ദ് കെജ്രിവാളിനെ വെട്ടി നീക്കിക്കൊണ്ടാണ് BJP സ്വന്തം പട്ടികയിൽ ഒരു സീറ്റ് കൂടി എഴുതി ചേർന്നത്. നമ്മൾ 7ാം റൗണ്ടിന്റെ കൗണ്ടിന് വെയിറ്റ് ചെയ്യണം. 6 റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് പകുതി വോട്ടായി. 13 റൗണ്ടിൽ 6 റൗണ്ട്, ഏറെക്കുറെ പകുതി വോട്ട്. 25,000-ൽ അധികം വോട്ട് എണ്ണിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിലുള്ളത്. അതിൽ 12388 വോട്ടാണ് BJP സ്ഥാനാർത്ഥിക്ക് 225 വോട്ടിന്റെ കൂടുതൽ. ഇനി ഒരു 25,000-26,000 വോട്ട് ബാക്കിയുണ്ട്. ആ വോട്ടിലാണ് ബാക്കി കഥയും കളിയും ഇരിക്കുന്നത്. സന്ദീപ് ദീക്ഷിത് എത്ര വോട്ട് പിടിക്കുമെന്നതാണ് വളരെ കൗതുകകരമായി ഉള്ള ഒരു ഫാക്ട് അവിടെ വരാൻ പോകുന്നത്. 2050 വോട്ട് മാത്രമേ സന്ദീപ് ദീക്ഷിത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ചിട്ടുള്ളൂ. പക്ഷേ 2050-ന് ഒരു വലിയ തോൽവിയുടെയോ വിജയത്തിന്റെയോ വിലയുണ്ടാകും. 6ഓളം മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് ഭീഷണിയുണ്ട് എന്ന് ആവർത്തിച്ച് വ്യക്തമാകുന്നതായിരുന്നു ആ പട്ടിക. അതിൽ ഒരു സീറ്റ് കൃത്യമായി BJPയുടെ അടുത്തേക്ക് പോയിരിക്കുന്നു. അത് അരവിന്ദ് കെജ്രിവാളിന്റെ സീറ്റാണ്. ഇനിയും 215 മാത്രം മാർജിനുള്ള തിമർപൂർ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ എണ്ണി പറയാൻ കഴിയുന്ന ഇനിയും 5 സീറ്റുകളോളം അവിടെ ആം ആദ്മി പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അവിടെ മോഡൽ ടൗണിൽ അഖിലേഷ് പട്ടി ത്രിപാഠി 550 മാത്രമാണ് അദ്ദേഹത്തിന്റെ മാർജിൻ എന്ന് പറയുന്നത്. കുറച്ചിടങ്ങളിൽ മെച്ചപ്പെടുത്തിയിട്ടും ഉണ്ട്. 192 മാർജിൻ മാത്രമാണ് ഗാന്ധിനഗറിലുള്ളത് നവീൻ ചൗധരിക്ക്. അപ്പോഴും നമ്മൾ കാണേണ്ട കാര്യം മാധു, 1000-ൽ താഴെ വോട്ടിന് BJP ലീഡ് ചെയ്യുന്ന ഒറ്റ മണ്ഡലമേ ഉള്ളൂ, അത് ന്യൂഡൽഹി മണ്ഡലമാണ്. ബാക്കി എല്ലായിടത്തും 1000-ന് മുകളിലാണ് BJPയുടെ ലീഡ് നില. തിരിച്ചു പിടിച്ചതുകൊണ്ട് മാത്രമാണ് അവിടെയും, അതിനു മുൻപ് അവിടെയും സേഫ് ആയിരുന്നു. അതെ, അതുകൊണ്ട് BJP ഒരു പരാജയത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയും. എങ്കിൽ BJPക്ക് അനുകൂലമായി തന്നെ മുന്നോട്ട് പോകും. BJPക്ക് അനുകൂലമായി വിധി എഴുതാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് ഇനിയും വോട്ട് എണ്ണേണ്ടത് എന്നാണ് നേരത്തെ ബസന്ത റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഈ പറയുന്നത് പോലെ മാറ്റത്തിനുള്ള സാധ്യതകൾ വോട്ട് ഇനി എണ്ണാൻ കിടക്കുന്ന വോട്ട് വെച്ച് നോക്കുകയാണെങ്കിലുണ്ട്. പക്ഷേ 45+ എന്ന് BJPക്കും ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സെനാരിയോ ആണ്. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കാൻ സന്ദീപ് ദീക്ഷിതിന് കഴിയും. തോൽപ്പിക്കാൻ എന്നുള്ളത് സന്ദീപ് ദീക്ഷിത് ജയിച്ചുകൊണ്ടല്ല, മറിച്ച് ഇത്തരത്തിൽ തോൽപ്പിക്കാനുള്ള സാധ്യത ഇപ്പോ എന്തായാലും ഈ കിരാരി മണ്ഡലം കൂടി ഒന്ന് നോക്കാം. അത് ഒരു സ്ഥലം ഈ പടിഞ്ഞാറൻ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്ന ഒരേ ഒരു മണ്ഡലമാണ്. അവിടെ പക്ഷേ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടൊരു മെജോറിറ്റിയിലേക്ക് വരുന്നുണ്ട്. 5860 വോട്ടിന് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി അനിൽ ഷാ ലീഡ് ചെയ്യുകയാണ്. 35,928 വോട്ട് നേടി. അതായത് ആകെയുള്ള 23 റൗണ്ടിൽ 8 റൗണ്ട് എത്തിയിട്ടുണ്ട്. 5000-ന്റെ ലീഡുണ്ട്. ആ മേഖലയിൽ ഒറ്റ സീറ്റാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കിരാരി എന്ന ഒറ്റ സീറ്റിൽ ആ മേഖലയിൽ ലീഡ് ചെയ്യുകയാണ് ആം ആദ്മി പാർട്ടി. ഏറ്റവും ഒടുവിലത്തെ കൗണ്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. 41-29. 41-29 എന്ന് പറയുമ്പോൾ ഇനി വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയുടെ ലീഡ് ചെയ്യുന്ന സീറ്റുകളിലായിരിക്കും മാറ്റം. വളരെ പ്രകടമാണ്. 11 മണി ഷാർപ്പ് 11 മണിയാണ്. 3 മണിക്കൂർ പിന്നിടുകയാണ് ഫലസൂചനകൾ വന്നു തുടങ്ങിയിട്ട്. ഇതുവരെ എണ്ണി തീർന്ന വോട്ടുകളുടെ ശതമാനം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. 10ഉം 25 റൗണ്ട് വോട്ടെണ്ണാൻ ഉള്ളിടത്ത് 3 റൗണ്ട് വോട്ട് മാത്രമാണ് എണ്ണിയിട്ടുള്ളത്. 25 റൗണ്ട് വോട്ടെണ്ണാനുള്ള മണ്ഡലം എന്ന് പറയുമ്പോൾ അത് ബുരാരിയാണ്. സഞ്ജീവ് ഝായാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. 2873 വോട്ടുകളാണ് മാർജിൻ ഉള്ളത്. 3 റൗണ്ട് മാത്രം, 25-ൽ 3 റൗണ്ട് മാത്രമാണ് എണ്ണി തീർന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എണ്ണാനുള്ള വോട്ടുകളുടെ ബാഹുല്യം ഇങ്ങനെ മല പോലെ നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈ 41-ന്റെയും 29-ന്റെയും കണക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇതൊരു ട്രെൻഡാണ് എന്ന കാര്യത്തിൽ ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അട്ടിമറികൾക്കുള്ള സാധ്യത എപ്പോഴും അവിടെ വെച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്.
ആദർശ് നഗറിൽ മുകേഷ് കുമാർ ഗോയൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. ലീഡ് 1696 വോട്ടിനാണ്. 12-ൽ 3 റൗണ്ട് മാത്രമേ ഇവിടെ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളൂ. അംബേദ്കർ നഗറിൽ ഡോക്ടർ അജയ് ദത്ത് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. ഇവിടെ 2521 വോട്ടിന്റെ ലീഡ് ആണ് ഉള്ളത്.